ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20 പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 integers x and y are chosen with replacement from the set 0, 1, 2, 3, etc. 10. Then the probability that modulus of x minus y greater than 5. അപ്പോൾ ഇതാണ് വേണ്ടത്. അപ്പോൾ ശരിക്കും ഇവിടെ നമുക്കൊരു സെറ്റ് ഉണ്ട്, ശരിയല്ലേ? ഏത് സെറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്? 0, 1, 2, 3 അങ്ങനെ 10 വരെയുള്ള നമ്പേഴ്സ് ഉള്ള സെറ്റാണ്. ഈ സെറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 നമ്പറുകൾ ചൂസ് ചെയ്യുന്നു, ശരിയല്ലേ? 2 നമ്പറുകൾ എടുക്കുന്നു. പക്ഷേ ഈ 2 നമ്പറുകളും ഒരുമിച്ചല്ല എടുക്കുന്നത്, പകരം എങ്ങനെയാ? ആദ്യം ഒരു നമ്പർ എടുക്കുന്നു, ദെൻ അത് റീപ്ലേസ് ചെയ്യുന്നു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വീണ്ടും നമ്മൾ ഒരു നമ്പർ കൂടി എടുക്കുന്നു. ശരിയാണല്ലോ മക്കളെ? അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ 2 നമ്പേഴ്സ് ആർ ചോസൺ വിത്ത് റീപ്ലേസ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം എടുത്ത നമ്പർ നമ്മൾ നോക്കുന്നു, അതിനുശേഷം അത് തിരിച്ചു വെച്ചിട്ടാണ് അടുത്ത നമ്പർ എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്തായിരിക്കും വരിക? ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ ഒരു നമ്പർ എടുക്കുന്നു, ആ നമ്പർ എനിക്ക് 11 ബേസിലല്ലേ എടുക്കാൻ പറ്റുക? കാരണം നമ്മുടെ സെറ്റിനകത്ത് 11 നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഏത് വേണമെങ്കിലും കിട്ടാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ഒരു നമ്പർ എടുക്കുന്നു, അത് 11 ബേസിൽ പറ്റും. തീർന്നില്ല, ഇൻറ്റു. ഇനി ഞാൻ ആ നമ്പറിനെ തിരിച്ചു വെച്ചു, അതിനുശേഷമാണ് വീണ്ടും അടുത്ത നമ്പർ എടുക്കുന്നത്. അപ്പോൾ അടുത്ത നമ്പർ എടുക്കുന്നതും വീണ്ടും എനിക്ക് എത്ര ബേസിൽ തന്നെയാണ്? 11 ബേസിൽ തന്നെയല്ലേ, അല്ലേ? കാരണം നമ്മൾ ആദ്യം എടുത്ത നമ്പർ റീപ്ലേസ് ചെയ്തത് കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ 11 × 10 എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളായിരുന്നു. കാരണം ആദ്യം ഒരു നമ്പർ എടുത്ത് ഞാൻ മാറ്റിയാൽ പിന്നെ അതിനകത്ത് 10 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അതായത് ആദ്യം എടുത്ത നമ്പർ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ 11 × 11 121 അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് വേണ്ടത് എന്ന് നോക്കാം. നമ്മളെടുത്ത ഈ 2 നമ്പറുകളുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 5നേക്കാൾ വലിയ നമ്പറായിട്ട് വരണം. അതിനുള്ള പ്രോബബിലിറ്റി അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ഒന്ന് നോക്കാം, അല്ലേ? ഞാൻ ആദ്യം എക്സിൻ്റെ കാര്യം എടുക്കുന്നു. എക്സ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം എടുക്കുന്ന നമ്പറാണ് എന്ന് വിചാരിച്ചോളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ഈ സെറ്റിലെ 0 മുതൽ 10 വരെയുള്ള ഏത് നമ്പറുമാകാമല്ലോ. സപ്പോസ് എക്സ് 0 ആണെന്നിരിക്കട്ടെ. എക്സ് 0 ആണെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 5നേക്കാൾ വലുതാകണമെങ്കിൽ, 5നേക്കാൾ വലുതാകുക എന്ന് പറഞ്ഞാൽ 6 തൊട്ട് മുകളിലേക്കുള്ള നമ്പർ ആയിരിക്കണം ഡിഫറൻസ് ആയിട്ട് വരേണ്ടത് എക്സും വൈയും തമ്മിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ നമ്പറുകളാണ്? വൈ 1ഓ 2ഓ 3ഓ ഒന്നും പറ്റില്ലല്ലോ. കാരണം എക്സുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6ഓ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈ 6 ആയിട്ട് ചൂസ് ചെയ്യാം. 7 പറ്റും, 8 പറ്റും, 9 പറ്റും, 10 പറ്റും. സമ്മതിച്ചു തരുമോ? അല്ലേ? യെസ്. ഇനി അടുത്ത എക്സ് 1 ആയിട്ടാണ് ഞാൻ എടുക്കുന്നതെങ്കിലോ? അപ്പോഴും ഡിഫറൻസ് എന്ന് പറയുന്നത് 6ഓ അതിൽ കൂടുതലോ വരണം, അല്ലേ? 5നേക്കാൾ വലിയ നമ്പർ ആകണം. അങ്ങനെ മാത്രമേ വൈ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വൈ 7, 8, 9, 10 ഇങ്ങനെയല്ലേ എടുക്കാൻ പറ്റുക. ഇതേപോലെ എക്സ് 2 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് 8, 9, 10 പറ്റും. എക്സ് 3 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് 9ഉം 8ഉം മാത്രമല്ല പറ്റുള്ളൂ. എക്സ് എന്ന് പറയുന്നത് 4 ആണെങ്കിൽ വൈ 9 മാത്രം പറ്റും. എക്സ് 5 ആണെങ്കിൽ വൈക്ക് നോ വാല്യൂ, അല്ലേ? ഒരു വാല്യൂം ചൂസ് ചെയ്യാൻ പറ്റില്ല. ഏത് വാല്യൂ വൈക്ക് നിങ്ങൾ ചൂസ് ചെയ്താലും ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 5നേക്കാൾ വലുതാകില്ല. അപ്പോൾ ആ കേസിൽ നമുക്കൊരു വൈ വാല്യൂ കിട്ടില്ല. ശരിയാണോ ഞാൻ ഈ പറയുന്ന മക്കളെ? അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എക്സിന് 6 വരുന്ന കേസ് എടുത്ത് നോക്കാം. എക്സിന് 6 വരികയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് 0 മാത്രമേ വരാൻ പറ്റുള്ളൂ. എക്സ് 7 ആണെങ്കിലോ? എക്സ് 7 ആണെങ്കിൽ വൈ 0 വരാം, അതുപോലെ 1 വരാം. ബാക്കി നമുക്ക് ഇവിടേക്ക് എഴുതാം. എക്സ് എന്ന് പറയുന്നത് 8 ആണെങ്കിലോ? വൈ എന്ന് പറയുന്നത് 0ഉം 1ഉം 2ഉം ആകാം. ഉറപ്പല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ, അല്ലേ? സിമ്പിൾ ലോജിക് അല്ലേ ഇത്? അടുത്തത് എക്സ് 9 ആണെങ്കിൽ വൈ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതോ 0ഉം 1ഉം 2ഉം 3ഉം പറ്റും, ശരിയല്ലേ? എക്സ് 10 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് 0ഉം 1ഉം 2ഉം 3ഉം 4ഉം പറ്റില്ലേ, അല്ലേ? അപ്പോൾ എക്സ് 10 ആണെങ്കിൽ ഈ 5 പോസിബിലിറ്റീസ് ആണ് വൈക്കുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്തല്ലോ എക്സിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ പോസിബിലിറ്റീസ്. അപ്പോൾ ടോട്ടൽ എത്ര രീതിയിൽ എനിക്ക് 2 നമ്പറുകൾ ചൂസ് ചെയ്യാം? ടോട്ടൽ എത്ര രീതിയിൽ നോക്കിയേ. ഈ കേസിൽ എത്ര ഓഡേഡ് പെയറുകൾ നമുക്കുണ്ടാകും? അല്ലെങ്കിൽ എത്ര എക്സ് വൈകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും? 5 വേസ്, അല്ലേ? അപ്പോൾ ഇത് 5 രീതിയിലാണ് നമുക്ക് ആദ്യത്തെ കേസ് വരുന്നത്. രണ്ടാമത്തെ കേസ് 4 വേസിലല്ലേ മക്കളെ വരിക?
അല്ലേ? 17 ആകാം, 18 ആകാം, 19 ആകാം, 110 ആകാം. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? ആദ്യത്തെ കേസ് ഒന്നുകൂടെ നോക്കി. ആദ്യത്തെ കേസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് 0 മാത്രം, എക്സ് ഒരു രീതിയിലേ പറ്റുള്ളൂ. പക്ഷെ വൈ എന്ന് പറഞ്ഞാൽ 5 രീതിയിൽ പറ്റും. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് 1 × 5 അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ അതാണ് നമ്മളത് 5 എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ കേസും അങ്ങനെ തന്നെയല്ലേ? എക്സ് എന്ന് പറയുന്നത് ഒരു രീതിയിൽ, പക്ഷെ വൈ എന്ന് പറഞ്ഞാൽ എനിക്ക് 4 ഡിഫറെൻറ്റ് വേസിൽ എടുക്കാം. അപ്പോൾ 1 × 4 4 അല്ലേ? അപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 2 വരും, ഇവിടെ 1 വരും. ശരിക്കും ഇത്ര എഴുതിയിട്ട് അതിൻ്റെ ഡബിൾ എടുത്താൽ മതിയായിരുന്നു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കേസുകളും എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും ഇവിടെ ഒരു കേസ് വരുന്നു, ഇവിടെ 2 കേസ്, ദെൻ 3, 4, 5. അപ്പോൾ ഇത്രയും കേസസ് ആണ് ടോട്ടൽ ഉള്ളത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ നമുക്ക് എത്ര കേസ് കിട്ടും? അതല്ലേ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 30 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എഴുതാം. Therefore പ്രോബബിലിറ്റി P is equal to, എങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അല്ലേ? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 30 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 121 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 121. അത് ഓപ്ഷൻ 1 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 അല്ലേ കറക്റ്റ് ആകുന്നത്?